കേരള അഗ്രോ ഫുഡ് പ്രോ 2023 തേക്കിൻകാട് മൈതാനത്ത് അരങ്ങേറുകയാണ്. ഇവിടെ എൻട്രി തികച്ചും സൗജന്യമാണ്. അപ്പൊ എന്തൊക്കെ വിസ്മയ കാഴ്ചകളാണ് ഇതിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നത് മലബാർ ഹണി പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സ്റ്റോളിലാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നത്? നമ്മൾ തേനും തേൻ ഉൽപ്പന്നങ്ങളുമാണ് നമ്മൾ ഇതിൽ ഒരുക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തെ തേനും അത് ജനങ്ങളിലേക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഏറ്റവും ശുദ്ധമായ തേൻ, യാതൊരു മായമോ യാതൊന്നും ഇല്ലാതെ ഏറ്റവും പരിശുദ്ധമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. തേൻ ഉൽപ്പന്നങ്ങൾ. തേൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നാടൻ തേനുണ്ട്, മൾട്ടിഫ്ലോർ ഹണിയുണ്ട്, അതുപോലെ കാട്ടുതേനുണ്ട്, പുറ്റുതേൻ, പിന്നെ റോസ് വുഡ്, ജാമൻ, ലിച്ചി, തുളസി, അങ്ങനെ വെറൈറ്റി എല്ലാതരം തേനും. പിന്നെ തേൻ ഉൽപ്പന്നങ്ങളായ ബീ വാക്സ് ക്രീം, അതുപോലെ ഗാർലിക് ഹണി, ജിഞ്ചർ ഹണി, അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ, അങ്ങനെ നിരവധിയായ ഉൽപ്പന്നങ്ങൾ. എല്ലാ ഉൽപ്പന്നങ്ങളും ജനങ്ങളിലേക്ക് നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മലബാർ ഹണി പ്രോഡക്ട്സിന്റെ ഉദ്ദേശം. ആ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റാളിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഗംഭീര തിരക്കാണ് കാണുന്നത്. ഇവിടെ ഇപ്പോ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ ഇപ്പൊ ബനാന ചിപ്സ്, അതുപോലെ ചില്ലി പൗഡർ, അങ്ങനെ സാധാരണ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള നല്ല പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രൊഡക്ട്സിന്റെ ഗുണനിലവാരങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച്. നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടാണ്, മീറ്റ പാൻറ് ചോക്ലേറ്റ് ആണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്യൂ. ഈ വെറ്റില പാക്ക് മുറുക്കാൻ ഉണ്ടാവില്ലേ, അല്ലെ വെറ്റില് പാക്കൂല, ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഐറ്റാണ്. അപ്പൊ ഇതുപോലെ തന്നെ എന്തൊക്കെ ഡിഫറെന്റ് പ്രൊഡക്റ്റ് ആണ് ഇവിടെ വരുന്നവർക്ക്? ഞങ്ങള് ആരും ഇതുവരെ ചോക്ലേറ്റില് പീനട്ട് ഇട്ടിട്ട് ചെയ്തിട്ടില്ല. ഇത് വൈറ്റില് പീനട്ട്, ഇത് വൈറ്റ് ചോക്ലേറ്റില്, ഇത് കൊക്കോ ഡാർക്ക് ചോക്ലേറ്റ്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആയാലും വൈറ്റ് ചോക്ലേറ്റ് ആയാലും എല്ലാം നമ്മൾ കാണാത്ത പ്രൊഡക്റ്റ് വെച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്റ്റോളാണുള്ളത്. അടുത്ത സ്റ്റോളിലേക്ക് കിടക്കുമ്പോൾ കണ്ടുപരിചയമുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. അപ്പൊ ചേട്ടാ, ഇവിടെ ഞങ്ങൾ കണ്ടുപരിചയമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പാക്കിങ്ങിലൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അതെങ്ങനെയാണെന്നൊന്ന് പറയുമോ? ആക്ച്വലി നമ്മളിത് ഫ്രോസൺ ഐറ്റംസ് ആണ് മാഡം. ഇത് നമ്മളിത് ആക്ച്വലി ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല, എക്സ്പോർട്ടിങ്ങിനാണ് മെയിൻലി പോകുന്നത്. സോ ജസ്റ്റ് ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇവിടെ വെച്ചത്. ഓക്കേ, അപ്പൊ ഇതിലൊക്കെ എന്തൊക്കെ പ്രൊഡക്റ്റ് എങ്ങനെയാണ്? വി ഹാവ് മോർ ദാൻ 32 പ്രൊഡക്ട്സ് ഇൻ ഫ്രോസൺ ഐറ്റംസ് and more than 60 varieties of snacks. അപ്പൊ വെളിച്ചെണ്ണയുടെ വലിയൊരു ലോകത്തേക്കാണ് നമ്മൾ ഇപ്പൊ എത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ കുറെ ടൈപ്പ് ഓഫ് വെളിച്ചെണ്ണകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിക്കാം ഇതൊക്കെ എന്താണെന്ന്. അപ്പൊ ചേട്ടാ, ഇതൊക്കെ എന്താണ് സംഭവം? നമ്മളിപ്പോൾ വരുന്നത് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ ഏറാമല സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു സംരംഭമാണിത്. അതിന്റെ ചെയർമാൻ മനയത്ത് സാറാണ്. അപ്പോൾ സാറ് മുൻ KDC ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്നു. അപ്പോൾ മൂപ്പരുടെ അതായത് സാറിന്റെ ഒരു വലിയൊരു പദ്ധതി ആയിരുന്നു ഇത്. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ടുള്ളത് തേങ്ങാപ്പാല്, വെളിച്ചെണ്ണയുണ്ട്, തേങ്ങാപ്പാല്, പായസം, കറി എന്നിവയ്ക്ക് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് തേങ്ങാപ്പാല്. ഒന്നാം പാല് മാത്രമേ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കേറ്ററിങ്ങിനും അങ്ങനെയുള്ള കല്യാണ ഫംഗ്ഷൻസ് അതിനൊക്കെ നമുക്ക് എന്തൊക്കെ ഈ തേങ്ങാപ്പാല് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ വരുന്നത് വെച്ചാൽ വെന്ത വെളിച്ചെണ്ണയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വെച്ചാൽ പ്രസവാനന്ദ ശുശ്രൂഷയ്ക്കുള്ള ഒരു മെഡിസിൻ ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെ വെർജിൻ ഓയിലുണ്ട്. വെർജിൻ ഓയിൽ എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലിൽ നിന്ന് ഡയറക്റ്റ് എക്സ്ട്രാക്ട് എടുക്കുന്നതാണ് വെർജിൻ ഓയിൽ. ഈ വെർജിൻ ഓയിൽ വെച്ചാൽ അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ, പിന്നെ ഈ വയറ്റിലുണ്ടാകുന്ന പല അസുഖങ്ങൾക്കുള്ള ഒരു മെഡിസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മയൂരം എന്ന പേരിലുള്ള ഒരു ഹെയർ ഓയിൽ, ഹെർബൽ ഹെയർ ഓയിലാണ്. അതിന് നമ്മൾ വെർജിൻ ഓയിലും പിന്നെ നമ്മുടെ തന്നെ മയൂരം വെളിച്ചെണ്ണ, അതാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഗ്രേഡ് ചെയ്ത ഫസ്റ്റ് ഗ്രേഡ് ക്രോപ്പ് മാത്രമേ എന്താക്കുന്നുള്ളൂ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് ഗ്രേഡ് നമ്മൾ ഇതൊക്കെ വിളക്കെണ്ണ രീതിയിൽ മാർക്കറ്റിലേക്ക് കൊടുക്കൊണ്ടിരിക്കും.
അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു കോക്കനട്ട് മിൽക്ക് ക്രീം എന്ന് പറയുന്ന നമ്മുടെ ശുദ്ധമായ തേങ്ങാപ്പാൽ. അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇത് എല്ലാ കടകളിലും അങ്ങനെ കാണാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളിപ്പോ ചിലപ്പോ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ ഈ ജില്ലയിലേക്ക് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണ് നമുക്ക്. ഓക്കെ, അപ്പൊ ഉടനെ തന്നെ നമുക്ക് എല്ലാവർക്കും ശുദ്ധമായ തേങ്ങാപ്പാൽ ഇതുപോലെ കിട്ടുന്നതാണ് നമ്മുടെ ജില്ലയില്. അപ്പോൾ വയനാടിന്റെ മണ്ണിൽ നിന്നുള്ള സ്റ്റോളിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും എന്താണ് ഈ സ്റ്റോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇത് ശരിക്കും ബ്രാൻഡ് വയനാട് എന്ന് പറഞ്ഞിട്ട് വയനാട്ടിലുള്ള ഏകദേശം മികച്ച 12ഓളം സംരംഭകരുടെ പ്രോഡക്റ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാ സംരംഭകർക്കും നേരിട്ട് വന്നിങ്ങനെ ഒരു സ്റ്റാൾ ഇടാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ ഇത്രയും ആളുകളുടെ പ്രോഡക്റ്റുമായിട്ട് ഞങ്ങൾ നേരിട്ട് വന്നു. എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആയുർവേദ പ്രോഡക്റ്റുകളാണ്. നമുക്ക് വയനാട്ടിലൊരു സ്പാ സെന്റർ ഉണ്ട്. എൻ്റെ വലിയ വൈദ്യരാണ്. അപ്പം ഡാൻഡ്രഫിനുള്ള ഓയില്, ഹെയർ ഓയില്, അതേപോലെ ഫേഷ്യലിനുള്ള ഓയില്, പിഗ്മെന്റേഷൻ, മെലാസ്മയൊക്കെ പോകാൻ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ നമുക്ക് പത്മശ്രീ കിട്ടിയ രാമേട്ടനുണ്ട്. അദ്ദേഹത്തിന്റെ 40ഓളം വിത്തുകളുടെ സാമ്പിളുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും കർഷകർക്ക് ധാരാളം എൻക്വയറി വരുന്നുണ്ട്. കർഷകർക്ക് കൂടുതൽ അറിയാൻ, അതായത് ഇതിന്റെ എത്ര നാളുകൊണ്ടാണ് അതിന്റെ വിളവെടുപ്പ്, കൃഷി രീതികളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അവരെ നേരിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ട്. കൂടാതെ വിത്തുകൾ നേരിട്ട് മേടിക്കാം. പിന്നെ ജൈവ കർഷകരുടെ അരി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അരി ഏകദേശം തീർന്നു. ഈ സംരംഭത്തിന് പുറകില് എത്ര പേരുണ്ട്? അങ്ങനത്തെ ഈ സംരംഭം ജില്ലാ വ്യവസായ കേന്ദ്രവും കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷനും സഹകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ബ്രാൻഡ് വയനാട് എന്നുള്ളത്. വയനാട്ടിലെ തനതായ ഉൽപ്പന്നങ്ങൾ, ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ച ഒരു സംരംഭമാണ് ബ്രാൻഡ് വയനാട്. ട്രേഡ് മാർക്ക് എടുത്തുകൊണ്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ മാർക്കറ്റിലേക്കും വയനാടിൻ്റെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക. കാരണം നമ്മുടെ രാജ്യത്തിന് തന്നെ വിദേശ നാണ്യം നേടിത്തരുന്ന സ്പൈസസ് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലകളിൽ ഒന്നാണ് വയനാട്. വയനാട്, ഇടുക്കി 2 ജില്ലകളാണ് സ്പൈസസ് ഏറ്റവും കൂടുതലുള്ളത്. അതിനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് തനതായ ഉൽപ്പന്നങ്ങൾ ഏറ്റവും ശുദ്ധമായ രീതിയിൽ മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ എക്സ്പോ വിജയകരമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ആളുകളൊക്കെ വന്ന് എങ്ങനെയുണ്ട് റിവ്യൂ? ആൾക്കാരൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതൊക്കെ. പിന്നെ എന്തായാലും നമ്മളെ സർക്കാരും വ്യവസായ വകുപ്പൊക്കെ വളരെ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് കാര്യങ്ങൾ ഭംഗിയായി പോകുന്ന തന്നെയാണ് പ്രതീക്ഷ. ഓക്കെ, അപ്പൊ ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ വയനാടിന്റെ തന്നെ കോഫി പൗഡറിന്റെ ലോകത്താണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോ ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോഫീസ് ഒക്കെ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രോസസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും ചേട്ടനോട് തന്നെ ചോദിക്കാം. എൻ്റെ പേര് വസന്തകുമാറാണ്. ന്യൂട്രിക്കോ കോഫിയുടെ ഉടമയാണ്. ഇതാണ് കോഫി ഫ്രൂട്ട്. ഇതിനെ പൾപ്പ് ചെയ്തിട്ടാണ്, ഇത് പാർച്ച്മെൻ ഫാമിലാണ്. ഇത് അറബിക്ക കോഫി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് പ്ലാന്റേഷൻ എ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് പ്ലാന്റേഷൻ പീബറി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ പ്രോഡക്റ്റ്. അതേപോലെ ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി വേറെയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് മൺസൂൺ കോഫിയാണ്. ഇതും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഇത് റോസ്റ്റഡ് ഫാമാണ്. ഈ ഒരു കോഫി എന്ന് പറയുന്നത് റോസ്റ്റഡ് ഫാമിലാണ് ഈ ഒരു കോഫി ഇരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരു ബ്ലെൻഡഡ് ഫാമിൽ ഞങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങനൊരു പ്രോഡക്റ്റ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് 100% കോഫിയാണ്. ഇതിനകത്ത് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് പ്യുവർ കോഫിയാണ്. ഇതിൽ ചിക്കറിൻ്റെ പെർസെൻറ്റേജ് 0 ആണ്. 100% കോഫിയാണ്. ഇതേപോലെ വേറെ ഒരു വേരിയൻ്റാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇതിൽ 85% കോഫിയും പിന്നെ 15% ചിക്കറിയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കോഫി എന്നുള്ളതാണ്. ഇതിൽ 60% കോഫിയും 40% ചിക്കറിയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇതും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കറി എന്ന് പറയുന്നത് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വയനാട്ടിലെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഞങ്ങളിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വേറെ അടുത്തൊരു പ്രോഡക്റ്റും കൂടി ഉള്ളത് ലിക്വിഡ് ഫാമിലുള്ള ഇൻസ്റ്റൻറ്റ് കോഫിയുടെ ഫിൽറ്റർ കോഫിയാണ്. ഇൻസ്റ്റൻറ്റിൻ്റെ ഫിൽറ്റർ കോഫിയാണ്. ഇതിന് ഈ ഒരു പ്യുവർ ഫാമിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് 100 ml പ്യുവർ മിൽക്കിലേക്ക് 10 ml ലിക്വിഡ് മതി, ആഡ് ചെയ്താൽ മതി. നമുക്കൊരു നല്ലൊരു കാപ്പി നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാം. അതിൻ്റെ തന്നെ വേറെ ഒരു പ്രോഡക്റ്റും കൂടിയാണ് 60-40യുടെ സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കോഫി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റൻറ്റ് ഫാമിൽ വേറെ ഒന്ന് ചെയ്തിരിക്കുന്നത്.
ഇതിൽ 60% കോഫിയും 40% ചിക്കറിയാണ് ആഡ് ഇരിക്കുന്നത്. ഇതും 100 ml പ്യുവർ മിൽക്കിലേക്ക് 10 ml മാത്രം ആഡ് ചെയ്താൽ മതി. ഷുഗർ ഇടാം, ഷുഗർ ആവശ്യമുള്ളവർക്ക് ഷുഗർ ഇടാം, ഷുഗർ ഇട്ടിട്ട് നമുക്ക് കുടിക്കാം. ഒരു വെറൈറ്റി പ്രോഡക്റ്റാണ് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. അപ്പൊ കോഫിയുടെ ലോകത്ത് നിന്ന് നമ്മൾ നേരെ എത്തുന്നത് അച്ചാറുകളുടെ ലോകത്തേക്കാണ്. അപ്പോ ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു സ്റ്റോളാന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട്, എന്താണ് ഈ സംരംഭം? ഈ സംരംഭം ഞങ്ങൾ 10 വർഷമായി ഇങ്ങനെ ബിസിനസ് തുടങ്ങിയിട്ട്. എല്ലാം ഞങ്ങൾ മിക്കവാറും സാധനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കും. അതിന് ബാക്കി ചില സാധനങ്ങൾ കൽപ്പാത്തി ഗ്രാമത്തിൽ നിന്ന് ഞങ്ങളുടെ ബ്രാഹ്മിൻസിന്റെ മാത്രം വാങ്ങും ഇത് പ്രൊഡക്റ്റ്. പിന്നെ തനതായ രീതിയിൽ കലർപ്പില്ലാതെ ഞങ്ങൾക്ക് എല്ലാ യൂണിറ്റുകളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു സ്ഥാപനം എന്നുള്ളത് ആലപ്പുഴ മണ്ണാറശാല കേട്ടിട്ടുണ്ടായിരിക്കും, ഫേമസ് ആയിട്ടുള്ള. അതിന്റെ തൊട്ടാണ് 20 വർഷമായി അവിടെ. എത്ര സംരംഭകരുണ്ട് ഇപ്പൊ നിങ്ങളുടെ? ഇതിലിപ്പോ ഞങ്ങള് 100 ആൾക്കാരുണ്ട് ഓൾറെഡി. വർക്കേഴ്സ് തന്നെ ഒരു 50 പേരുണ്ട്. പിന്നെ ഇതിൽ കലർപ്പില്ലാതെ ഞങ്ങൾക്ക് എല്ലാ ഐറ്റംസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നാച്ചുറൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെ പ്രൊഡക്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടെ പോകുന്നത് ഫേമസ് ആയെന്ന് പറഞ്ഞാൽ ആവക്ക മാങ്ങ അച്ചാർ എന്ന് പറയും. ഇത് ഫേമസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗലാപുരം മാങ്ങയാണ് ദണ്ടിയോടെ വെട്ടിയിട്ടുണ്ടാകുന്നത്. പിന്നെ കണ്ണിമാങ്ങ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഒരു തരത്തിൽ പ്രിസർവേറ്റീവും ചേർക്കാത്ത, എണ്ണയും വിനാഗിരിയും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ചുണ മാത്രം മതി. ഏറ്റവും കൂടുതൽ ഇതിന്റെ ചുണ ഇതിനുണ്ടാവും. ഈ ചുണ മതി ഇതിന്റെ. സംരംഭ ലോകത്ത് എങ്ങനെയുണ്ട് ഇവിടുത്തെ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല ഭക്ഷണം നല്ല രീതിയിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ മഞ്ഞപ്ര, ഞങ്ങൾ ഗ്രാമത്തിലെ ആൾക്കാരാണ്, പക്ഷേ യൂണിറ്റ് അവിടെയാണ്. ഞങ്ങൾ മഞ്ഞപ്ര താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ജോലി സംബന്ധമായിട്ട് അവിടെ പോയി. ഇപ്പോൾ അവിടെ 20 വർഷമായി ഞാൻ താമസിക്കുന്നു. 10 വർഷമായി യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ സാധനങ്ങളും ഞങ്ങൾ 10-12 വർഷമായി ഇവിടെ. വൈകിയാണെങ്കിലും മറ്റുള്ള എല്ലാ എക്സിബിഷനും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല അഭിപ്രായമാണ് എല്ലാം കിട്ടുന്നത്. എല്ലാവരും നല്ല ആഹാരം, നല്ല ഭക്ഷണം, നല്ല എനർജം കൊടുക്കുക, എല്ലാവർക്കും നല്ല കൊടുക്കാവുന്ന ഒരു പ്രായത്തിന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അതിന് നല്ല കൃതജ്ഞയുണ്ട്, നന്ദിയുണ്ട്. അപ്പൊ കോഫി പൗഡറുകളുടെയും അച്ചാറുകളുടെ ഒക്കെ ലോകത്ത് നിന്ന് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് മിഷനറികളുടെ ലോകത്തേക്കാണ്. അപ്പൊ ഇവിടെ ഈ ഒരു നിര മുഴുവനായിട്ടും മിഷനറികൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ എന്താണെന്നും ഒക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോ ചേട്ടാ, ഇവിടെ ഇപ്പൊ ഒരു മെഷീനറി കാണുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? ഇത് ഞങ്ങള് അരി പൊടിക്കുന്ന മെഷീനുകൾ, ഫുഡ് പ്രോസസ്സിംഗ് മെഷീനറീസുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അരി പൊടിക്കുക, വറക്കുക, അതുപോലെ മസാലകളെല്ലാം പൊടിക്കുക, അരി സ്റ്റീം ചെയ്യുന്ന മെഷീനുകളും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇരിഞ്ഞാലക്കുടയാണ് ഞങ്ങളെ സ്ഥലം. എഴുത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെയ്യുന്നത്. അപ്പൊ ഈ ചെറുകിട കർഷക അല്ലെങ്കിൽ സംരംഭകർക്ക് ഇതെങ്ങനെയാണ് ഉപകാരപ്രദമാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഫ്ലവർ മില്ല് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയൊരു ഫ്ലവർ മില്ല് ആരംഭിക്കാം. അതിൽ 40% ഗവൺമെന്റ് സബ്സിഡി എല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രൂട്ട് മില്ല് എന്ന് പറയും. ഫ്രൂട്ട്സിന്റെ ഒക്കെ പൾപ്പും ഇതൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീനാണ് ഫ്രൂട്ട് മില്ല്. അത് നമ്മൾ അരി പൊടിച്ച് വറുത്തതിന് ശേഷം അരിച്ചെടുക്കുന്ന മെഷീനാണ്.
ടു അപ്രോക്സിമേറ്റ് 180 to 220 kg per hour നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ കപ്പയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 200 to 240 kg per hour നമുക്ക് കട്ട് ചെയ്യാം. പൊട്ടറ്റോ ആണെങ്കിൽ ബിലോ 200 ആണ് വരുന്നത് മാക്സിമം. അപ്പൊ ഏതൊക്കെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നമുക്കിപ്പോൾ ഈ ഒരു കിഴങ്ങ് മെഷീൻ ടാപ്പിയോക്ക സ്ലൈസർ എന്ന് പറയുന്നത് നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളിൽപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ലൈക്ക് പൊട്ടറ്റോ, ടാപ്പിയോക്ക, കപ്പ, ചേമ്പ്, ചേന അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് ചിപ്സിന് വേണ്ടി കട്ട് ചെയ്യാം. അത് തന്നെ നമുക്ക് 2 ടൈപ്പിലും കട്ട് ചെയ്യാം. ലേസ് മോഡലും ചെയ്യാം, പ്ലെയിൻ മോഡലും ചെയ്യാം. അതിന് തന്നെ സ്റ്റിക്ക് ടൈപ്പിൽ കൂടി ചെയ്യാവുന്ന മെഷീനറീസാണ് ഇതിലുള്ളത്. ഇത് അന്വേഷിച്ച സംരംഭകരൊക്കെ വരുന്നുണ്ടോ? ഒത്തിരി പേരുണ്ട്. വ്യവസായ വകുപ്പിലുള്ള ഒത്തിരി നല്ല സപ്പോർട്ടേഴ്സും നമുക്കുണ്ട്. അവർ നമുക്ക് ഒത്തിരി പേരെ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അഗ്രോ ഫസ്റ്റ് എങ്ങനെയുണ്ട് സർ? അഗ്രോ ഫസ്റ്റ് വളരെ, ഞാൻ ഇന്നലെ ഇവിടെ വരെ വന്ന് കണ്ടുപോയതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള മെഷീനറി ഭാഗം കൂടി കാണാൻ വേണ്ടി വന്നതാണ്. നേരത്തെ നടത്തിയ വൈഗ ഒരു ചെറിയ പതിപ്പാണ് ഇത് കണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാനൊരു FPO ചെയർമാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറേ പുതിയ മെഷീനറികളും അതുപോലെ തന്നെ അന്നത്തെക്കാൾ എത്രയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ മേഖലയിലൊക്കെ എത്രയൊക്കെ മാറ്റം വന്നെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ മിക്കവാറും എല്ലാവരും വന്ന് കാണേണ്ട ഒരു പരിപാടിയാണ്. കാരണം നമ്മുടെ പ്രത്യേകിച്ച് പുതിയ സംരംഭകരായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്ന് കണ്ടാൽ അവർക്കൊരു ആശയങ്ങളുണ്ടാവും. പിന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭങ്ങളിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഒരുപാട് ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ല ഒരു പരിപാടിയാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വൈഗ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. നേരത്തെ തൃശ്ശൂരാണ് നടക്കാറുള്ളത്, ഇത്തവണ അത് തിരുവനന്തപുരത്തേക്ക് ആക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഇത്തരം എക്സിബിഷൻസിലൂടെ നമ്മുടെ സംരംഭക സാധ്യതകളിലേക്ക് ആളുകൾ കൊണ്ടുവരാൻ കഴിയുന്നു. നല്ല സ്റ്റോളും കണ്ടു കഴിഞ്ഞോ? ഇല്ല, ഞാനിപ്പോൾ ഇതുവരെ ആയിട്ടുള്ളൂ. ഇപ്പോൾ എത്രാമത്തെ സ്റ്റോളാ? 105 ആയിട്ടുള്ളൂ. ഇനി ബാക്കി കൂടി കാണാനുണ്ട്. അപ്പൊ എല്ലാം കണ്ട് വിശദമായി കണ്ടിട്ട് പോകണം. പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതി ഇപ്പൊ എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എന്താണ് സാർ ഇപ്പൊ ഈ ഒരു സ്റ്റോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്കൂളിലോണ്ട് പുതുതായിട്ട് സംരംഭം തുടങ്ങുന്ന ആളുകൾക്ക് ലോൺ ശരിയാക്കി കൊടുക്കുന്നതിനുള്ള അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവർ ആവശ്യപ്പെട്ടാൽ അവർക്ക് പ്രൊജക്ട് റിപ്പോർട്ട് അടക്കം എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി ഫ്രീ ആയിട്ട് കൊടുക്കും. ലോൺ അപ്ലിക്കേഷൻ ബാങ്ക് വരെ എത്തിച്ചു കൊടുക്കും. ബാങ്കിൽ നിന്ന് അവർ ലോൺ എടുക്കുക, സബ്സിഡി അവർക്ക് അവൈൽ ചെയ്യാം. അത്രയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പം അങ്ങനെ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്യാവുന്ന സ്കീമാണിത്. ജനങ്ങളുടെ റെസ്പോൺസ് ഇവിടെ കാര്യമായിട്ട് വരുന്നുണ്ട്. എൻക്വയറീസ് ധാരാളം വരുന്നുണ്ട്. പുതിയ സംരംഭം തുടങ്ങുന്നവരെല്ലാം അന്വേഷിച്ച് വരുന്നുണ്ട്. അഗ്രോ ഫെസ്റ്റിൽ മറ്റൊരു സംരംഭകന്റെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം, എവിടെ നിന്നാണ്? ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. നമ്മൾ 3 സ്റ്റാർ ഡ്രൈവ്സ് ആൻഡ് ഇൻക്യുബേറ്റേഴ്സ് നമ്മുടെ കമ്പനിയുടെ പേര്. കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മൾ ഈ മാർക്കറ്റിൽ നമ്മൾ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മോട്ടോ. ഇതിൽ തന്നെ ഇത് ഡ്രയറാണ്. ഇത് തന്നെ നമുക്ക് സാധാരണ കൊപ്ര ഡ്രയറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഡ്രയറൊക്കെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചറും ടൈമും സെയിമിൽ തന്നെ കറണ്ട് ചാർജ് അതേ സെയിം കറണ്ട് ചാർജിൽ ടൈം കുറച്ചുകൊണ്ട് ഇതിപ്പം 10 മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കേണ്ട കറണ്ട് ചാർജ് നമ്മളത് 5 മണിക്കൂറാക്കി കുറച്ചുകൊണ്ട് കർഷകർക്ക് കറണ്ട് ചാർജ് ലാഭം, ടൈം ലാഭം. അതോടൊപ്പം തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് എല്ലാ ഡീറ്റെയിൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അമേരിക്കയിൽ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് മോണിറ്റർ ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ എല്ലാം ഫെസിലിറ്റി. അതും IR ടെക്നോളജി വെച്ചിട്ടാണ്. അതുപോലെ ഇതെന്താണ് ഈ മെഷീൻ? ഈ മെഷീൻ്റെ പൊറോട്ടയുടെ കല്ലാണ്. നമ്മൾ സാധാരണ ഒരു ഗ്യാസ് കുറ്റി നമ്മൾ സാധാരണ ഒരു മീഡിയം ഹോട്ടലാണെങ്കിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒരു പൊറോട്ട കല്ല് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു 2000 രൂപ മുടക്കുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊറോട്ട കല്ല് 20 ദിവസം 10 ദിവസം തൊട്ട് 20 ദിവസം വരെ ഉപയോഗിക്കാം. അതായത് 1 മണിക്കൂർ ഉപയോഗിക്കുന്നതിന് നമുക്ക് വെറും 2 യൂണിറ്റ് കറണ്ട് മതിയാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇതും ഇൻഫ്രാറെഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്താണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻക്യുബേറ്റർ, ഇത് നമുക്ക് നമ്മുടെ 1ാമത്തെ ദിവസം മുതൽ മുട്ട വിരിയുന്നതിൻ്റെ അന്ന് വരെയുള്ള ഓരോ സെക്കൻഡിലെയും ഗ്രാഫ് നമുക്ക് നമ്മുടെ മൊബൈൽ വഴി മോണിറ്റർ ചെയ്യാൻ പറ്റും. കുഞ്ഞ് വിരിഞ്ഞില്ലെങ്കിലും വിരിയാത്ത എന്താണെന്നുള്ള പ്രോബ്ലം നമുക്ക് മൊബൈലിൽ കൂടെ മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് റോസ്റ്ററാണ്. ഇതും ഒരു IR ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്താണ്. സാധാരണ ഒരു റോസ്റ്ററിനെ കാട്ടി വളരെ ടൈം കുറച്ച്, അതായത് 1 മണിക്കൂർ താഴെ മാത്രം നമുക്ക് ടൈം മതി. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ കറണ്ട് ചാർജ് 3 യൂണിറ്റ് താഴെ മതി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് മൊബൈലിൽ കൂടി ഇത് മോണിറ്റർ ചെയ്യാനും മൊബൈലിലൂടെ കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റും. അത്യാധുനിക ടെക്നോളജി എന്ന് പറയുന്നത് വെറുതെ അല്ല, അതെല്ലാം യാഥാർത്ഥ്യമാക്കുന്ന മെഷീൻസ് ആണ് ഇവിടെ ഇരിക്കുന്നതല്ല.
അപ്പോൾ വലിയ വലിയ മെഷീനുകളുള്ള മറ്റൊരു സ്റ്റോളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് ഈ ഇതിന്റെ തന്നെ ഓണറായ ചേട്ടനോട് ചോദിക്കാം. അപ്പൊ എന്താണ് ഈ സംരംഭം? ഇതൊരു മൾട്ടിപർപ്പസ് ഡ്രയറാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇടുക്കി ബേസ് ആയിട്ടുള്ള ഒരു ഡ്രയർ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഞങ്ങളുടേത്. 80-ൽ പരം മോഡലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഇതൊരു മൾട്ടിപർപ്പസ് ആണ്. എല്ലാ ഐറ്റംസും കപ്പ, ചക്ക, കപ്പ, അതുപോലെ തന്നെ അനുബന്ധമായിട്ടൊരു സ്പൈസസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ചെയ്യാം. സ്പൈസസ് അടക്കം വരുന്ന എല്ലാ ഐറ്റംസും നമുക്കിതിൽ ചെയ്യാം. ഇത് നമ്മളൊരു 500 കിലോ കപ്പാസിറ്റിയുടെയാണ്. അറ്റ് എ ടൈമിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ 80 മോഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മോഡലാണ്. കൊപ്രായം മറ്റ് അനുബന്ധമായിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം പ്രത്യേകം ഡിസൈൻ ചെയ്ത മോഡലുകളുണ്ട്. ഇത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ചെറിയ ഡ്രയറാണ്. ഡൊമസ്റ്റിക് പർപ്പസിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത്. ഇത് ഇലക്ട്രിക്കലാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ ആദ്യം കണ്ടത് ഫയർവുഡിലുള്ളതാണ്. ഇത് ഇലക്ട്രിക്കൽ ഡ്രയറാണ്. ഇത് ഒരു 75 കിലോ അറ്റ് എ ടൈമിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന, ഉണക്കാൻ പറ്റുന്ന സാധനങ്ങൾ എല്ലാ ഐറ്റവും നമുക്ക് ഉണങ്ങാം. വെജിറ്റബിൾസ് ആണെങ്കിൽ അങ്ങനെ, ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഐറ്റംസും ഉണങ്ങാം, ഫിഷ് മീറ്റ് ഉണങ്ങാം, അതുപോലെ തന്നെ മറ്റ് അനുബന്ധമായി വരുന്ന എല്ലാ ഐറ്റംസും നമുക്കിതിൽ ഉണങ്ങാൻ പറ്റും. ഈ ട്രേയിൽ ഇട്ട് കൊടുത്താൽ മതി. ഫോട്ടയർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോളിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഫ്യൂവൽ കൺട്രോളിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ട്രയറുകൾക്കും ഫ്യൂവൽ മൈലേജ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ലോങ് റണ്ണിൽ നമുക്ക് വളരെ നന്നായിട്ട് ഇതിൻ്റെ കൺസംഷൻ വളരെ കുറവായിരിക്കും. ലാഭകരമായിട്ട് സക്സസ്ഫുൾ ഇടതുവശത്തിരിക്കുന്ന ഈ മെഷീൻ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പെപ്പർ ത്രഷർ എന്ന് പറയും. കുരുമുളക് കർഷകർക്ക് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുരുമുളക് നമുക്ക് പറിച്ചെടുത്തു കഴിഞ്ഞാൽ അത് മെതിച്ചെടുക്കാനായിട്ട് ഉള്ള മെഷീനാണിത്. ഇതിൽ നമ്മളൊരു 200 കിലോ 300 കിലോ അറ്റ് എ ടൈമിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് മെതിക്കാൻ പറ്റും. മണിയായിട്ടും അതിൽ ചരടായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പൊടിയായിട്ടും 3 രീതിയിൽ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പ്രത്യേകതയുള്ള മെഷീനുകളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. നമുക്ക് ഏകദേശം 80-ൽ പരം മോഡലുകളുണ്ട്. ഓരോന്നിനും 3, 4, 5 മോഡലുകൾ ഉണ്ട്. കസ്റ്റമർക്ക് സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഞങ്ങളൊരു 26 വർഷമായിട്ടുള്ള കമ്പനിയാണ്. ഒരു സർട്ടിഫൈഡ് കമ്പനിയാണ്. ഇതിനൊക്കെ ഫൈനൽ പ്രോഡക്റ്റ് ആണോ മേശയില്? ഫൈനൽ പ്രോഡക്ട്സ് ആണ് മേശയിലൊക്കെ ഇരിക്കുന്നത്. ഫൈനൽ പ്രോഡക്ട്സുകളാണ് ഇതെല്ലാം. നമ്മുടെ ഓൺ ഡ്രയറുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇത് ബനാനയാണ്, പഴമാണ്. ഒരു 8 മാസം മുമ്പ് നമ്മളിത് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അതിൽ ഫ്ലേവറുകളൊന്നും ചേർത്തിട്ടില്ല. സൂപ്പറായിട്ട് ഉപയോഗിക്കാവുന്ന മോഡലാണ്. ഇതിൽ എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ ഇതിൽ എടുത്തു പറയാൻ പറ്റുന്നത്? എടുത്തു പറയാവുന്നത് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ചെറുനാരങ്ങ ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്. ഒരു 5-8 മാസമായതാണ്. അങ്ങനെ വെജിറ്റബിൾസുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഒനിയനുമായിട്ട് ബന്ധപ്പെട്ട് സബോളയാണ്. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കശുമാവ് ഗവേഷണ കേന്ദ്രം, അതിന്റെ ഒരു സ്റ്റോളിലാണ്. അപ്പോ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എവിടെ നിന്നാണ്? നമ്മുടെ കാർഷിക യൂണിവേഴ്സിറ്റി മണ്ണത്തി. ഇവിടെയുള്ളത് മുഴുവൻ കശുമാവും കശുമാങ്ങയായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ട്സ്. എന്തൊക്കെ പ്രൊഡക്ട്സ് ഇപ്പൊ ഇവിടെ ഉണ്ട്? നമുക്ക് കശുമാങ്ങയുടെ നമുക്ക് ഉള്ളത് കശുമാങ്ങന്നാണ്. അതിന്റെ മൂല്യവർദ്ധിത പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത് ഇപ്പൊ ഉള്ളത്. അതായത് ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ചെറുപ്പുണ്ട്. പിന്നെ അതിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ കാൻഡി, മാങ്ങ ഉൽപ്പാദിക്കുന്ന കാൻഡി എന്ന് പറഞ്ഞത് കാൻഡി ഉണ്ട്. പിന്നെ നമ്മള് അതിന്റെ ജാമുണ്ട്. കശുമാങ്ങയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ഫ്രൂട്ടിൽ നിന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ പിക്കിള് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സംരംഭം? അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇത് നമ്മളെല്ലാം നമ്മൾ കർഷകർക്ക് നമ്മൾ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. നമുക്ക് എല്ലാ കർഷകരും അവിടെ നമുക്ക് പോലെ എല്ലാ മാസം നമുക്ക് ക്ലാസ് ഉണ്ട് അവിടെ അവർക്ക്. അപ്പൊ നമുക്ക് അവർക്ക് എല്ലാവർക്കും നമ്മൾ ടെക്നോളജി എല്ലാ കർഷകർക്കും കൊടുക്കും. നമുക്ക് സെയിലിനേക്കാളും കൂടുതൽ നമ്മുടെ കർഷകർക്ക് നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ച് ക്ലാസ് കൊടുക്കുക, അവയർനെസ് കൊടുക്കുക എന്നാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ലക്ഷ്യം. എന്തോ അല്ല, ഇതിപ്പോ നമുക്ക് അവിടെ പ്രൊസസിംഗ് യൂണിറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ലാബ് എല്ലാം ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന അവിടെ ലേബേഴ്സും ഉണ്ട്. അവർ നമുക്ക് പുറമത്തെ കർഷകർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. ഓരോ ജില്ലകളിൽ നമ്മൾ കൊടുക്കാറുണ്ട്, ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട് അവർക്ക് ഇതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. ഒത്തിരി മാങ്ങ നമ്മൾ ഭക്ഷണങ്ങളിൽ ടണ്ണുകളിൽ മാങ്ങ നശിച്ചു പോകുന്നല്ലേ, അതിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിന്റെ സോഡ ഡ്രിങ്ക്സ് ഉണ്ട്. ഭയങ്കര നല്ല ഡ്രിങ്ക്സ് ആണ് ഇത്. പിന്നെ ഡ്രിങ്ക്സ് ആണ് സോഡയുടെ, നല്ല ടേസ്റ്റിയായ ഡ്രിങ്ക്സ് ആണ് അത്. അപ്പൊ എങ്ങനെയുണ്ട് റെസ്പോൺസ് കശുമാവും കശുമാങ്ങയോടും ഒക്കെയുള്ള ആളുകൾ? ഒത്തിരി ഉണ്ട്. ഒരു നൊസ്റ്റാൾജിയ ഫീൽ അല്ലേ കശുമാവ് എന്ന് പറഞ്ഞാല്.
അന്യം നിന്ന് പോകുന്നൊരു മുതലല്ലേ. ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കസ്മാനെ കുറിച്ചിട്ട്. ഒത്തിരി അന്വേഷിക്കാൻ വന്നിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. എല്ലാവർക്കും ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കേരള കാർഷിക സർവകലാശാല വാഴ ഗവേഷണ കേന്ദ്രം അതിന്റെ ഒരു സ്റ്റോളിലാണ്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് ഈ സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. എവിടെ നിന്നാണ്? കണ്ണാറ നമ്മുടെ വാഴ ഗവേഷണ കേന്ദ്രത്തിലാണ്, പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് മേഘ. നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇപ്പം നമ്മൾ ഈ സ്റ്റോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാഴയിൽ നിന്ന് എന്തെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാം, സംരംഭകർക്ക് അത് എങ്ങനെ ഉപകാരപ്പെടാം, അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സർവകലാശാലയിൽ നമുക്കിപ്പോൾ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയിലുള്ളത് നമുക്ക് വാഴപ്പൂവ്, പൂവെന്ന് ഉദ്ദേശിച്ചത് കൊടപ്പൻ, നമ്മുടെ നാട്ടിൽ കൊടപ്പൻ എന്ന് പറയും, കൊടപ്പൻ, പിന്നെ വാഴപ്പിണ്ടി, വാഴയുടെ റൈസോം, അത് വെച്ചിട്ട് 3 തരം പിക്കിളാണ് ഉണ്ടാക്കുന്നത് നമ്മൾ. പിന്നെ വാഴയുടെ പിണ്ടി വെച്ചിട്ട് സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്. വാഴപ്പിണ്ടി ജ്യൂസ് എടുത്തിട്ട് അതിന് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് സ്ക്വാഷ് രൂപത്തിലാക്കിയിട്ട് സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ജാം, ബനാന വെറൈറ്റി പഴങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ജാം ചെയ്യുന്നുണ്ട്. പിന്നെ ബനാന ഫ്ലോർ വെച്ചിട്ട് കുക്കീസ്, കേക്ക്, ബ്രെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വാഴയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു ഡിസ്പ്ലേ ആണ് ഇതിരിക്കുന്നത്. ഇത് നമുക്ക് 3 തരം വൈനാണ്, 3 തരം പഴത്തിൽ നിന്നുള്ള വൈനുകളാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് വാഴ സ്യൂഡോസ്റ്റം ജ്യൂസ് വെച്ചിട്ടും വാഴപ്പഴത്തിൻ്റെ ജ്യൂസ്, വാഴപ്പഴത്തിൽ നിന്ന് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നുള്ള പലതരം ഡ്രിങ്കുകളാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ പിന്നെ കായ ഉൽപ്പന്നങ്ങൾ, വാഴപ്പിണ്ടിയുടെ ചിപ്സുകൾ, വാഴപ്പഴത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഓരോരോ പ്രോഡക്റ്റുകളായിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. ബനാന ടോഫി, പുട്ടുപൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ബനാന പൗഡറും റൈസും റൈസ് പൗഡറും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് പുട്ടുപൊടി ആക്കിയിരിക്കണം. അതുപോലെ തന്നെ നൂൽപുട്ട് പൊടിയൊക്കെ നമുക്ക് ബനാന ഹെൽത്തി ആയിരിക്കും, നമ്മുടെ പുട്ടും നൂൽപുട്ടൊക്കെ ഹെൽത്തി ആയിരിക്കാനും കാര്യങ്ങൾക്ക്. പിന്നെ ബിസ്ക്കറ്റ്, കുക്കീസ്, ബനാന ഫ്ലോർ, ഏത്തക്കായയുടെ പൊടി വെച്ചിട്ടാണ് നമ്മൾ കുക്കീസ്, അത് ഏത്തക്കായ പൗഡർ വെച്ചിട്ട് നമ്മൾ കുക്കീസ് ഉണ്ട്, മൈദ ഒഴിവാക്കിയിട്ട്. അപ്പൊ എന്താണ് ഈ സംരംഭം? നമ്മൾ മെയിൻലി പാക്കിംഗ് മെഷീൻസ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് പൊടിയൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. നമ്മൾ മെയിനായിട്ടും പൊടി പാക്ക് ചെയ്യുന്നത് ഓയില്, വാട്ടർ, പിന്നെ ഗ്രാനുവൽ ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യുന്ന മെഷീൻസാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ഡിസ്പ്ലേക്ക് കൊണ്ടുവന്നേക്കുന്ന പൊടി പാക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു ഏറ്റവും കൂടിയൊരു വേരിയൻ്റ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ ഒരു കൂടിയ വേരിയൻ്റ് വരുന്നുണ്ട്, ഒരു 3 സ്റ്റേജ് എന്ന് പറഞ്ഞത്. അത് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ചെറിയ ഗ്രാം തൊട്ട് 2 കിലോ വരെ നമുക്ക് പാക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് പൊടി മാത്രം പാക്ക് ചെയ്യുന്നതാണ്? ഇത് പൊടി മാത്രം പാക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പൊ ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഓയിലിനൊക്കെ വേറെ മെഷീനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള ഗ്രാനുവൽ ഐറ്റംസ്, അതായത് ബേക്കറി ഐറ്റംസ്, ചിപ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് പാക്ക് ചെയ്ത് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാതും അങ്ങനെ? ഇവിടെ ഇരിക്കുന്ന എല്ലാം നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. വലിയൊരു മെഷീനറി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതെന്താണ് ഈ മെഷീൻ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. അപ്പൊ എന്താണ് ഈ സംരംഭം? ഇത് ഡ്രൈ ഗ്രൈൻഡിങ് മെഷീനറീസ്, അരി, ഗോതമ്പ്, മുളക്, മല്ലി, മഞ്ഞളൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ്. ഒരു 30 HP മോട്ടോർ ഉപയോഗിക്കുന്ന മെഷീനാണ് വലുത് കാണുന്നത്. ഈ ചെറുത് കാണുന്നത് നമ്മുടെ സർവീസ് മില്ലുകൾ ഉപയോഗിക്കുന്ന 10 മുതൽ 15 HP വരെ ഉപയോഗിക്കുന്ന മെഷീനറീസ്. ഇതിന്റെ വലുത് അങ്ങനെ? ഇതിന്റെ കുറച്ചുകൂടി വലിയൊരു മോഡൽ വരുന്നത്, അത് 20 HP മോട്ടോർ വരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നതിന്റെ എയർ ഫിൽട്ടർ യൂണിറ്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ പൊടിക്കാൻ? അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള എന്തും പൊടിച്ചെടുക്കാം. അതായത് സുഗന്ധദ്രവ്യങ്ങളായ മല്ലി, മുളക്, മഞ്ഞൾ, അരി, ഗോതമ്പ്, പിന്നെ ആയുർവേദ മരുന്ന്, എന്ത് പറയുന്നത്. നമ്മൾ അടുത്തതായി പോകുന്നത് MSMEയുടെ സ്റ്റോളിലേക്കാണ്. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവരോട് തന്നെ ചോദിക്കാം നമുക്ക്. അപ്പൊ എന്താണ് MSME, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന്? MSMEയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നമ്മൾ ഇൻഡസ്ട്രീസ് നോക്കിയാൽ ഏകദേശം 98% MSMEകളാണ്. അത് പുതിയ നിയമം അനുസരിച്ച് ട്രേഡേഴ്സും ഈവൻ ഹോക്കേഴ്സും അവരെല്ലാം MSME സെക്ടറിൽ വന്നതുകൊണ്ട് ധാരാളം പേര് MSME സെക്ടറിലേക്ക് ആയിട്ടുണ്ട് രജിസ്ട്രേഷൻ. നേരത്തെ 5-6 വർഷം മുമ്പ് നമുക്ക് മാക്സിമം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ലക്ഷമായിരുന്നു. ഇപ്പൊ 2 ലക്ഷത്തിലേറെ ക്രോസ് ചെയ്ത് 3 ലക്ഷവും ഏകദേശം 3.5 ലക്ഷത്തോളം എത്തി നമ്മുടെ MSMEയുടെ
രജിസ്റ്റേർഡ് യൂണിറ്റുകൾ. അൺരജിസ്റ്റേർഡ് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള നമ്പർ അതിനേക്കാൾ കൂടുതലാണ്. ഇത്തരത്തിൽ MSME ശക്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ ഇത്തരത്തിലുള്ള സെമിനാറുകളും ട്രേഡ് ഫെയേഴ്സും. നോളജ് ഗെയിൻ ചെയ്യുക, പുതിയ യൂണിറ്റുകളെ പറ്റി അറിയുക, മാർക്കറ്റ് ഇന്നോവേഷൻസ്, IPR, അതെങ്ങനെയാണ് വ്യവസായവൽക്കരണത്തെ സ്വാധീനിക്കുന്നത്, ഇത്തരത്തിൽ പല സെമിനാറുകൾ നടത്തുക, പൊതുജനങ്ങളെ അവബോധം ഉണ്ടാക്കുക. ഇത് ധാരാളം പേരെ യൂണിറ്റുകൾ തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും റീച്ച് ഔട്ട് ചെയ്യുക, പൊതുജനങ്ങളിലേക്ക് എത്തിച്ചേരുക, അവർക്ക് ആക്സസബിൾ ആകുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ട്രേഡ് ഫെയറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊതുജനങ്ങൾക്ക് വളരെയേറെ എനർജി പകരുന്ന, ഉത്സാഹം പകരുന്ന ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ്. ഹായ് സാർ, അപ്പോ എന്താണ് ഇവിടെയുള്ള ഈ സംരംഭം, അതിനെ കുറിച്ച്? പാക്കിംഗ് മെഷീനാണ്. പാക്കിംഗ് ഫുള്ളി ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻസിന്റെ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. അപ്പൊ എന്താണ് ഈ മെഷീൻ? മെഷീൻ നമുക്ക് ഗ്രാനുവൽസ് ഒക്കെ പാക്ക് ചെയ്ത്, ഗ്രാനുവൽസ് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന മെഷീൻസ് ആണ്. ഇത് നമുക്ക് ഒരു മിനിറ്റിൽ നമുക്ക് ഒരു 30 എണ്ണൊക്കെ ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യുന്ന മെഷീൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നത്. നമുക്ക് ഫിലിമിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് ഫോം ചെയ്ത് ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് കിട്ടും. ഓട്ടോമാറ്റിക് ഫോം ഫിൽ സീലിംഗ് മെഷീൻ എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. ഇത്ര സമയത്തിന്റെ ഉള്ളിൽ ചെയ്യും അങ്ങനെ എന്തെങ്കിലും? നമുക്ക് ഒരു മിനിറ്റിൽ 30 എണ്ണൊക്കെ കിട്ടും. അത് ഈ ഗ്രാനുവൽസ് പൊടികൾ, പിന്നെ ലിക്വിഡ് ഉണ്ട്, ലിക്വിഡ് ഫില്ലിംഗ് ഉണ്ട്. ലിക്വിഡ് എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ, പാല്, സംഭാരം അങ്ങനത്തതുണ്ട്. പിന്നെ ഗ്രാനുവൽസ് അല്ല ചിപ്സ് അങ്ങനത്തെ ഐറ്റംസ് പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ മോഡലിൻ്റെ ടൈപ്പുള്ള മെഷീൻ. ബാക്കിലുള്ള ഈ ഒരു മെഷീൻ ബാക്കിൽ ഈ മെഷീൻ ഇതെന്താണ്? ഇത് വന്നപ്പോൾ ബോട്ടിൽ ഫില്ലിംഗ് മെഷീൻ എന്ന് പറയും. ബോട്ടിൽ ഫില്ല് ചെയ്യണം, ലിക്വിഡ് ഫില്ലിംഗ് ഓൺലി, ഫില്ലിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക് അല്ലാത്തതുകൊണ്ട് സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുന്നതിന്. ഇതിന് വരുമ്പോൾ നമുക്ക് ഈ അടപ്പൊക്കെ നമ്മൾ തന്നെ കൈകൊണ്ട് മാനുവലായിട്ട് ചെയ്യണം മാത്രമേ. അഗ്രോ എക്സ്പോ ഇവിടെ അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സമയപരിമിതി മൂലം നമ്മൾ വളരെ കുറച്ച് സ്റ്റോളുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ സ്റ്റോളുകൾ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്നാൽ കാണാവുന്നതാണ്. കാണുക മാത്രമല്ല, നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും, അത് ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. നിങ്ങളൊരു ചെറുകിട സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും എല്ലാം ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്.